അങ്ങനൊന്നുമില്ല ജഗൻ. ഞാനില്ലെങ്കിൽ മറ്റൊരാളൊന്ന് രക്ഷിച്ചേനെ. ജഗന്റെ ആയുസിന്റെ ബലമാണത്. അതിന് ഞാനൊരു നിമിത്തായെന്ന് മാത്രം. വിക്രം അങ്ങനെയൊക്കെ പറയുന്നത് വിക്രത്തിന്റെ വിനയം. എന്റെ ഉള്ളിൽ എന്റെ ജീവൻ രക്ഷിച്ചതിന് നന്ദി എന്നും ഉണ്ടാവും. ഓ, ഈ രാത്രിയിൽ ഇപ്പോ നന്ദി പറയാൻ വിളിച്ചതാണോ? അല്ല, മറ്റൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. മുത്തശ്ശി വിക്രമിനെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിക്ക. വർഷ പോയതിനു ശേഷം വിക്രം ഈ വീടുമായിട്ട് അങ്ങനെ കാര്യമായിട്ട് സഹകരിക്കുന്നില്ലെന്നാണ് ഇവിടെയുള്ളവരുടെ പരാതി. ഇവിടെ ചില സംഭവങ്ങളൊക്കെ നടന്നു. വിക്രം നേരിട്ട് വരുമ്പോ സംസാരിക്കാം. ഇപ്പോ മുത്തശ്ശിയെ കാണാൻ വിക്രം ഒന്ന് വരണം. എത്ര തിരക്കാണെങ്കിലും സമയം കണ്ടെത്തി വരണം. ഹലോ, മുത്തശ്ശേന്ദ്രനിക്ക് എന്നെ കാണുന്നത്. പെരുവിനെ പോലെ ഒഴിഞ്ഞു മാറിയിട്ട് കാര്യമില്ല. നേരിടുക തന്നെ. നീരഞ്ജന്റെ കൊലപാതകവും ആ കിഴവിയുടെ തലക്കടിച്ച് വീഴ്ത്തിയതൊക്കെ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടാവോ? എല്ലാരും കൂടി എന്നെ കൊടുക്കാനുള്ള വലയും വിരിച്ച് കാത്തിരിക്കായിരിക്കും. അങ്ങനെയാണെങ്കിൽ അവർക്ക് തെറ്റി. വിക്രമിനോട് ചതി കാണിച്ച ആ കുടുംബത്തിലെ ഒരെണ്ണത്തെ പോലും പേരിനെ പോലും അവശേഷിപ്പിക്കില്ല. ഞാൻ കൂട്ടത്തോടെ തകർത്ത് കളയും. വരൂ വിക്രം. മുത്തശ്ശി, ദാ വിക്രം എത്തി. മുത്തശ്ശി വിക്രമിനെ കാണണമെന്ന് പറഞ്ഞില്ലേ? ദേ വിക്രം. മുത്തശ്ശിക്ക് എന്നോട് മാത്രമായിട്ടാണ് എന്തോ പറയാനുള്ളതെന്ന് തോന്നുന്നു. അല്ലേ മുത്തശ്ശി? ജഗ, പ്ലീസ്. അവര് പുറത്തു പോട്ടെ അല്ലേ മുത്തശ്ശി? ജഗ, ഒന്ന് പുറത്തേക്ക് പോകും. മുത്തശ്ശിക്ക് എന്നോട് എന്താ പറയാനുള്ളതെന്ന് മുത്തശ്ശി പറയട്ടെ. അതിനാണല്ലോ മുത്തശ്ശി രാത്രി എന്നെ വിളിപ്പിച്ചേ. വന്ദന, വാ മോളെ, വാ. പുറത്തേക്ക്.
അതൊക്കെ ചെയ്തതുപോലും വർഷമൊക്കെ വേണ്ടിയാണെന്ന് എനിക്കറിയാം. എനിക്കറിയാം. അവന് വർഷമോടെ പേര് ഒരു കണ്ണുണ്ടായിരുന്നു. അത് പലപ്പോഴും നിന്നോട് പറയണമെന്നുണ്ടായിരുന്നു. അതിനിടയ്ക്ക് അത് സംഭവിച്ചു. എന്റെ വർഷമോള് പോയി. ഈ വീട്ടിലുള്ള ആരും തന്നെ അവളെ തിരക്കി ഇറങ്ങാഞ്ഞിട്ടും ഉള്ളു നീറി വർഷമോളെ തെരഞ്ഞാലേ ഇന്ന് നിന്റെ മനസ്സിലേക്ക് കാണാം. എന്റെ പൊന്നു മോനെ, നീ അവളെ ഉപേക്ഷിക്കരുത്. കണ്ടെത്തണം അവളെ. പൊന്നുപോലെ നോക്കണം. കഥ തുറക്ക വിക്രം. കഥ തുറക്ക.